ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമോസ്. ഞാൻ ഷെമീസ്. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇന്നാ മുഴുവൻ കറികളൊക്കെ മുന്നിൽ വെച്ചിട്ട് വെട്ടുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. തട്ടി വെട്ടുന്ന പോസ്റ്റ് ഓഫീസിൽ പോയി കേട്ടോ. പോസ്റ്റ് ചെയ്യൂല എന്ന് ഞാൻ എല്ലാവരോടും പറയും. പക്ഷെ ഓർഡർ എടുത്തതിന് ശേഷം എൻ്റെ കയ്യും കാലം പിടിക്കും. താത്ത പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വീട്ടിൽ ആരുമില്ല, അല്ലെ 2 കിലോമീറ്റർ അപ്പുറമാണ്, ഇങ്ങനെയാണ് ഒക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നട്ട് മൂളും. പക്ഷേ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് പോയാൽ നിങ്ങളെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 10 ദിവസം മുന്നൊക്കെ തന്ന ഓർഡേഴ്സൊക്കെയാണ് ഇന്ന് പോയിട്ട് അയച്ചിട്ട് വന്നു കേട്ടോ. അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അവിടെ അങ്ങനെ നിൽക്കണം, അല്ല നമുക്കത് കൊടുത്തു പോരാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കാരണം ഒരു നമ്പർ തെറ്റിയ പ്രശ്നം, അഡ്രസ്സ് തെറ്റിയ പ്രശ്നം, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും 1-2 മണിക്കൂർ അവിടെ അങ്ങോട്ട് പോയി കിട്ടിയപ്പോഴത്തേക്കോ സമയം ഉച്ചയായി. പിന്നെ ഒരു കാര്യം പറയാനായി വീഡിയോ എടുത്തത്, വേറൊന്നുമല്ല. ചെന്നപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ മോളെ, ഏതായാലും നേരെ വൈകി. ഇന്നലെ മുതൽ ഒരാൾ നിർത്താതെ വിളിക്കുക, കയ്യും കാലം പിടിച്ച് കരഞ്ഞിട്ടാണ് എന്നോട് പോസ്റ്റ് ഓഫീസ് ആക്കിയത്. സാധനം കിട്ടിയില്ല. കംപ്ലീറ്റ് സ്പീഡ് പോസ്റ്റ് അങ്ങോട്ട് ചെയ്തിട്ട് പോകുന്നത്. ആകെ വാങ്ങുന്ന 50 രൂപ കൊറിയർ ചാർജ്. ഒന്നും നോക്കിയില്ല, 50 രൂപ കൊറിയർ ചാർജ് വാങ്ങുന്നത് ഞാൻ സ്പീഡ് പോസ്റ്റ് അങ്ങോട്ട് ചെയ്തിട്ട് പോകുന്നത്. ഓട്ടോ വിളിച്ച് പോയ നഷ്ടം വേറെ, അധ്വാനം വേറെ. അതാണെങ്കിൽ ഒരു കുഞ്ഞി കോണിക്കൂട്, എന്നിട്ട് മേലേക്ക് എല്ലാം കൂടി അയച്ച് 2-2.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് വിശന്ന് കുഴങ്ങിയുള്ള പൈസയും പോയി, നേരവും പോയി. അപ്പോഴത്തേക്ക് ഇവിടെ DTDC 10-30 പേക്കാക്കിയതിനും ഓനൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഇവിടെ വന്ന് ഒക്കെ എടുത്ത് കൊണ്ടുപോയി എല്ലാം ചെയ്യും. അപ്പോൾ എനിക്ക് അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം. ഇനി അടുക്കുകയില്ല. അപ്പം വിചാരിക്കുന്നുണ്ടാവും, ഈ താത്ത എന്താ പറയുന്നത്, പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചോറും. ഏതായാലും പൈസയും പോയി, നേരം പോയി, ഉച്ചയ്ക്ക് ചോറ് വെക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ താത്ത അങ്ങാടി പോയാലേ, ടൗണിൽ പോയാലൊരു കഥ ഉണ്ട്. കണ്ടൊക്കെ വാങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട്. എന്നെപ്പോലത്തെ ആരെങ്കിലും ഉണ്ടോ അവിടെ? പോയാൽ കുടുങ്ങി, അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, വാങ്ങി ബില്ല് വരുമ്പോൾ ഇങ്ങനെയാവും. ഇതാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ പോവാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പേക്കാക്കാൻ DTDCക്കാർ വരെ എടുത്തുകൊണ്ടോ ഇതേ നടക്കുള്ളൂ. അപ്പം എന്താ ഒന്നും നോക്കിയില്ല. ഏതായാലും പോയി, മെനക്കെട്ട് സമയവും പോയി, പിന്നെന്താ പൈസയും പോയി, എല്ലാം പോയി. അപ്പം പിന്നെ ആ സങ്കടം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ടാ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട്. എത്ര കറികളുണ്ട് അറിയോ? എത്ര ഉണ്ട് എണ്ണിക്ക് മോളെ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, പിന്നെ 12 പായസം, പപ്പടം, പിന്നെ ശർക്കരപ്പേരി, ചിപ്സ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയ വിഷമം മാറാൻ വേണ്ടി സദ്യ വാങ്ങിയിട്ട് വന്ന്. ബിരിയാണി ഇതൊക്കെ ഒന്നും ഇപ്പോൾ മന്തിയൊന്നും ഇപ്പോൾ ആർക്കും വലിയ ഇതൊന്നുമില്ല, എനക്കില്ല. ഞാൻ നല്ല തിന്നു, അതല്ല പറഞ്ഞത്. അതൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഈ ഒരു സംഭവം ഉണ്ടാക്കാനാണ് പണി. മറ്റേ പിന്നെ ചിലപ്പോൾ ബിരിയാണി കിടക്കൊക്കെ വാങ്ങി കഴിക്കും ഇപ്പോൾ പാർസലിന് തിരക്കൊക്കെ ആകുമ്പോൾ. പക്ഷേ ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അടിപൊളിയാണ്. എത്രയോ ബ്ലോഗേഴ്സ് അവിടെ വന്നിട്ട് ഇതിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, ഏതായാലും പോയി. അപ്പോൾ ഇതൊന്ന് വെട്ടി വിഴുങ്ങുന്നതാണ് ഉച്ചക്ക്. അപ്പോൾ ഇത് വെട്ടി വിഴുങ്ങുന്ന വീഡിയോ ഏതായാലും വേണ്ടില്ല, അവിടെ നിൽക്കിട്ടോ, അയച്ചോക്കാം. സാമ്പാർ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറാണ്. ബാക്കിയെല്ലാം പിന്നെ ഇഷ്ടം എന്താ, ഈ അവിയലാണ്. എല്ലാം കുറച്ചൊക്കെ എടുത്ത് നോക്കാം, അറിയണമല്ലോ. ഇതിനൊരു പ്രത്യേക തരം രീതിയൊക്കെ ഉണ്ട് തോന്നില്ലേ വിളമ്പുന്നതിന്? ഉപ്പ അവിടെ, ഇതിവിടെ, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും വേണ്ടി വരും. ഓ, ഇത് പുളിഞ്ചി, ഇതാണ് ഇത് എന്ത് പുളിശ്ശേരിയോ എരിശ്ശേരിയോ ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാത്തിൻ്റെ പേര് എനിക്കറിയാം, ഇത് ഏതാണെന്ന് ചോദിക്കരുത്. പുളിശ്ശേരി, എരിശ്ശേരി, പിന്നെന്താ അവിയൽ, സാമ്പാർ, പിന്നെന്താ കൂട്ടുകറി ഇല്ലടി. എന്താ ഇതിൽ കൂട്ടുകറി ഇല്ലാത്ത? അതും ഞാൻ ഉണ്ടാക്കും കേട്ടോ, കടലേൻ്റെ. അയ്യോ അതില്ലല്ലോ, അതാണ് വേണ്ടിയേ. ഞാൻ ചോദിക്കുഞ്ഞി പോയിട്ട്. ഇത് അവിടുത്തെ അച്ചാർ സ്പെഷ്യലാന്ന് പറയാം. ഇത് കുറച്ചും കൂടി എനിക്ക് വേണം കേട്ടോ, രസമല്ലേലും വേണ്ടിയില്ല. തുടങ്ങിയാലോ? സ്മിത ആദ്യം തന്നെ ഇത് ഞാൻ തരൂല കേട്ടോ. സൂപ്പർ. അപ്പോഴേ തിന്നുന്ന വീഡിയോ പറഞ്ഞല്ലോ.
പോസ്റ്റ് ഓഫീസിൽ പോയി 2 വട്ടം ഓട്ടോറിക്ഷ ഓൾക്കൊന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. പോസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ സ്പീഡ് പോസ്റ്റ് അയച്ച് കുറേ ഓർഡറിൻ്റെ മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് എങ്ങനെ റിപ്ലൈ കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അത് പൊളി മക്കളെ പൊളി അടാറ് പൊളി. മോളെ വീഡിയോ പിടിച്ച് ഞാനപ്പോൾ തിന്നണേ. ആ കൊതി മൊത്തം എനിക്ക് കൂടെ എനിക്ക് ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ പുളിഞ്ചി മാത്രം ചിലപ്പോൾ തരാറൊക്കെയുള്ളൂ. മമ്മൂസിന് ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് അവൻ അതുകൊണ്ട് പോയി. സമയം എത്രയെന്ന് അറിയോ? കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകുന്നോള്. അപ്പേ പോസ്റ്റ് ഓഫീസില്ല, എനിക്കാവൂല, ആരും എന്നെ തെറി പറയണ്ട. പിന്നെ കുറേ ആൾക്കാരെല്ലാം COD ക്യാഷ് ഓൺ ഡെലിവറി ആക്കാൻ. ഒരു മിനിറ്റ്, ക്യാഷ് ഓൺ ഡെലിവറി ആക്കണമെങ്കിൽ GST വേണം. GST ഇങ്ങൾക്കൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ഇറങ്ങി തിരിക്കുമ്പോഴറിയല്ലോ GSTക്ക് മാസം എത്ര രൂപേൻ്റെ വരുമാനം കാണിക്കണം എന്നറിയോ, ടാക്സ് കെട്ടണം എന്നറിയോ, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അറിയോ. ഇൻഷാല്ലാ നമ്മൾ പിന്നെ ഇതൊക്കെ കൊണ്ട് എന്താവട്ടെ, ബിസിനസ്സൊക്കെ ഒന്ന് ഉഷാറാവട്ടെ, എന്നിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ് പറയുന്നത് 4 ആൾക്കാർ മെനക്കെട്ട് ഇറങ്ങിക്കണം. എന്നിട്ട് അവർ തിരിച്ച് മറിച്ച് ഇട്ടതിന് ലൈക്ക് കൊടുക്കുക. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ. അത് പിന്നെ പറയാം. ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ. കഫ്താൻ വന്നിട്ടുണ്ട്, കോട്ടൺ കഫ്താൻ. വലിയ വില കൂടിയതല്ല കേട്ടോ, 350 രൂപ റേഞ്ചിൻ്റെ. അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ, കോട്ടൺ കഫ്താൻ. ഞാൻ ഇട്ടതും ഒരു കഫ്താൻ ടോപ്പാണ്. വന്നത് നൈറ്റി, ശരിയാ, കഫ്താൻ നൈറ്റി കോട്ടൻ്റെ 350 രൂപയുള്ളൂ കേട്ടോ. ഇൻഷാല്ലാ വൈകുന്നേരത്തെ വീഡിയോ അതായിരിക്കും. ഇപ്പോഴേ അതിൻ്റെ പേട്ടെ ഒരു മിനിറ്റ്, ഈ പപ്പടം കൂടി കടുക്കട്ടെ. നല്ല കുഴപ്പമുണ്ടോ? ഇനി അടുത്തേക്കായി ഒടിച്ചെന്ന് അറിയൂലേ. എന്തെല്ലാം തലയും തട്ടം പോയി, തട്ടല്ല. കമൻറ്റ് വായിക്കല്ലെങ്കിലൊന്നും വായിച്ചു നോക്കിയത് എനിക്കും കിട്ടാൻ തുടങ്ങി. ഇവിടെ എന്തെങ്കിലുമൊക്കെ കുറ്റം ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. വരുന്നോ വിളിച്ചാൽ വേണ്ട കേട്ടോ. ബിരിയാണി എന്തൊക്കെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് സമയമാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഇതിപ്പോൾ മല്ലി കെട്ടുന്നത് കൊണ്ട് പച്ചക്കറി കൂട്ടാനൊന്നും വെക്കുന്നില്ല. അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ഇൻഷാല്ലാ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കഫ്താൻ കോട്ടൺ മാക്സി. ബൈ.